ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു LGS നിലവാരത്തിലുള്ള പരീക്ഷയിൽ ഭരണഘടന എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. ജസ്റ്റ് ആ ചോദ്യം നോക്കുക. ഭരണഘടനയിലെ ഏത് മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഇതാണ് ചോദ്യം. 4 ഓപ്ഷനുകൾ നോക്കുക. സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം തേടുന്നതിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇങ്ങനെ 4 ഓപ്ഷനുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷനുകളും അത്യാവശ്യം പഠിച്ച ഒരാൾക്കറിയാം ഭരണഘടനയിലെ പൗരന്റെ അവകാശങ്ങൾ, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പല പോയിന്റുകളിലുമുള്ള കാര്യങ്ങളാണ് ഇവർ ഈ 4 ഓപ്ഷനുകളിലും കൊടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട ഒരാൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റണമെന്നില്ല, കൺഫ്യൂഷൻ തോന്നിയേക്കാം. എന്നാൽ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് സിമ്പിളായിട്ട് അപ്പം തന്നെ ആ ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. അതിൻ്റെ ഉത്തരം ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്നതാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ പൗരന്റെ അവകാശങ്ങളിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഇതിൻ്റെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉത്തരം എഴുതാൻ സാധിക്കത്തില്ലേ? അപ്പോൾ ഓരോ ഭാഗവും പഠിക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട ഫാക്ട്സും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിച്ചാണ് ഓരോ ഭാഗവും നമ്മൾ പഠിച്ചു തീർക്കേണ്ടത്. അങ്ങനെ ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന ആ ഒരു നമ്മുടെ സിലബസിലെ ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് ക്യാപ്സ്യൂൾ പോലെ പഠിച്ചു തീർക്കുന്നത്. വീഡിയോയിൽ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളിലെ എല്ലാ പോയിന്റും ബുള്ളറ്റ് പോയിന്റുകളായിട്ടും പിന്നെ ആവശ്യമുള്ള നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു സിംഗിൾ ക്ലാസ് ആണ്. ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ടോപ്പിക്കും കുറച്ചായിട്ട് പഠിച്ചു പോയാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ LGS പരീക്ഷയുടെ സിലബസ് തീർക്കാൻ സാധിക്കും. സിലബസ് തീർത്താൽ നമുക്ക് ഹൈ സ്കോർ തന്നെ LGS പരീക്ഷയിൽ മേടിക്കാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു പോകാൻ ഞാൻ തരുന്ന ക്ലാസ്സുകൾ അത് വെച്ച് പഠിക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തന്നെത്താൻ പഠിക്കുക. പിന്നെ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ അതിലെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർ അത് വെച്ച് അതിലെ മെറ്റീരിയൽ വെച്ച് തന്നെ പഠിച്ചു പോയാൽ മതി. ഇനിയിപ്പോൾ കുറച്ച് പേർക്കൂടെ മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കമ്പനി ബോർഡ് LGS എന്ന് മെസ്സേജ് അയക്കുക. കോഴ്സ് മേടിച്ചാൽ അതിൽ എല്ലാ സബ്ജക്ട്സുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്ക് പക്കായായിട്ട് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക. ഓക്കെ, മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് മൗലികാവകാശങ്ങളുടെ ശില്പി ആര് എന്നുള്ള പോയിന്റാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആരുടെയും മുമ്പിൽ ഇങ്ങനെ പേടിച്ച് പഞ്ചപുച്ചടങ്ങി നിൽക്കേണ്ടി വരാത്തത്. നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മുടെ തന്നെ ലോകത്തെ സാറന്മാരാണെന്ന് ഓർത്തി. മൗലികാവകാശങ്ങളുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാം, നമ്മൾ സാറന്മാരാണ്. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് ഓർത്തിരിക്കാമല്ലോ. സോ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. 3 വാക്കുകളാണല്ലോ പേരിലുള്ളത്. സർദാർ വല്ലഭായ് പട്ടേൽ 3. ഭാഗം 3ലാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഭാഗം 3. അപ്പോൾ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ 3 വാക്കുകളുണ്ടെന്ന് പറഞ്ഞാൽ ആ 3-ൽ നിന്ന് ഭാഗം 3-ലേക്ക് എത്തി. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഭാഗം 3. ഇനി ആ 3 നമ്മളെങ്ങനെയാണ് 1, 2, 3 എന്ന് എഴുതുമല്ലേ ചെയ്യുന്നത്, അടുപ്പിച്ച് 3 1 2 3 ആ ഒരു രീതി നോർത്ത് 1 2 3 ഒരു 5 കൂടെ അപ്പുറത്ത് എഴുതുക. അപ്പം 12 മുതൽ 35 എന്ന് പറയുന്ന രീതിയിൽ ആ 2 അക്കങ്ങൾ കിട്ടുമല്ലോ, 12 മുതൽ 35 വരെ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ലോകത്തെല്ലായിടത്തും മാസ്ക് വെച്ച് നടക്കണമെന്നുള്ള ഒരു തീരുമാനം എല്ലാ രാജ്യങ്ങളും എടുത്തല്ലോ. മാസ്ക് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ഘടകമായി മാറിയല്ലേ. പക്ഷേ അമേരിക്കയിലൊക്കെ ഇതിനെതിരെ ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ആയിരുന്നു. പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവർക്കങ്ങനെ മാസ്ക് ഒന്നും വെക്കാൻ പറ്റത്തുന്നില്ല, ഞങ്ങൾ ഇഷ്ടമുള്ളവർ നടക്കുക എന്നൊക്കെ പറഞ്ഞുള്ള രീതിയൊക്കെ ആയിരുന്നു അവർക്ക്. കാരണം അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇമ്പോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവർക്ക് ഭയങ്കര ഡെമോക്രസിയുടെ ഒരു എന്താ പറയുക, ഒരു പ്യുവർ ഫോം ഒന്ന് വേണമെങ്കിലൊക്കെ പറയാം. ഭയങ്കര ഒരു ശക്തമാണ് അവിടുത്തെ ഡെമോക്രസി അമേരിക്കയിലെ. അപ്പോൾ അവരെ അങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, മൗലികാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗം അമേരിക്കയാണെന്നൊക്കെ അങ്ങ് ഓർത്തേ. അപ്പോൾ അമേരിക്കയിലേക്ക് എത്താമല്ലോ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ അമേരിക്ക. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്
ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ 3 വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം 3 അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾക്കാണ് എന്ന് ഓർത്തിരിക്കുക. 3 ടേമുകൾ പറഞ്ഞു. ഭരണഘടനയുടെ ആണിക്കല്ല്, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണല്ലോ എല്ലാത്തിൻ്റെയും ഒരു ആണിക്കല്ല്. ഇതില്ലേ പിന്നെ എന്നാകെ ഭരണഘടന തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഏറ്റവും ആണിക്കല്ലെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാമല്ലോ. സോ ഭരണഘടനയുടെ ആണിക്കല്ല്. അതുപോലെ സ്വാതന്ത്ര്യം മൊത്തം നമുക്ക് അനുവദിക്കുന്നത് ഈ മൗലികാവകാശങ്ങളിലൂടെയാണ്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ എന്തും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം മൗലികാവകാശങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതല്ലേ. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ വിളക്കുകളാണ് ഈ മൗലികാവകാശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. സോ ആ പോയിന്റും ആ രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നീ വിശേഷണങ്ങളുള്ള ഭാഗം മൗലികാവകാശങ്ങളടങ്ങിയ ഭാഗം 3 ആണ്. ഒന്നുകൂടെ പറയാം. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനും മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും. ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു മൗലികാവകാശം ആരെങ്കിലുമൊക്കെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി ചെല്ലാം, നേരിട്ട് ചെല്ലാം. കോടതിയാണ് ഇതിൻ്റെ കാവൽക്കാരെന്നൊക്കെ അറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ ഡയറക്റ്റ് ചെല്ലാം, നിങ്ങളെ ആരും തടയത്തില്ല. അപ്പോൾ സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ കാവൽക്കാരനെന്ന് അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പലപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ട് താഴെ പാർലമെൻറ്റ്, അതുപോലെ സുപ്രീം കോടതി, പിന്നെന്താണ് കേരള നിയമസഭ, അങ്ങനെയൊക്കെ ഓപ്ഷനുകൾ വന്നാൽ ഓർത്തോണം സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. സുപ്രീം കോടതിയാണ്. ഓക്കെ. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കുറേ അവകാശങ്ങൾ റദ്ദാകും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളുണ്ട്. അത് ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. അടിയന്തരാവസ്ഥ കാലത്ത്, എമർജൻസിയുടെ സമയത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. ആർട്ടിക്കിൾ 20ഉം 21ഉം. ഈ 20ഉം 21ഉം അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുമെന്ന് റദ്ദ് ചെയ്യാൻ സാധിക്കാതായത് എപ്പോൾ തൊട്ടാണെന്ന് ചോദിച്ചാൽ 1978 ഒരു ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം പ്രധാനപ്പെട്ട ഭേദഗതിയാണ്. നമ്മളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. 44ാം ഭേദഗതി, 1978 44ാം ഭേദഗതി. ഈ 44ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 44ാം ഭേദഗതി ഏത് വർഷമാണെന്ന്. ഓപ്ഷൻ 76 കാണും, 77 കാണും, 78 കാണും, 80 കാണും, അങ്ങനെ പല വർഷങ്ങൾ കാണും. അത്യാവശ്യം പഠിച്ചവർക്കാണെങ്കിലും പെട്ടെന്ന് ഈ വർഷങ്ങളെല്ലാം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അയ്യോ, ഇത് 76ആണോ 78ആണോ അങ്ങനെ ഒരു സംഭവം. അത് ഓർത്തിരിക്കാൻ വേണ്ടി 44 ആണല്ലോ, 44ലെ അക്കങ്ങളൊന്ന് കൂട്ടിക്ക്. 4ഉം 4ഉം 8, 78. ഇനി മറന്നു പോകത്തില്ലല്ലോ. 44ാം ഭേദഗതി 1978. 44ാം ഭേദഗതി 1978. അപ്പോൾ 1978 44ാം ഭരണഘടനാ ഭേദഗതിയോടെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും മൗലികാവകാശങ്ങളിലെ ഈ 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ സാധിക്കാതായത്. അപ്പോൾ ഓർത്തിരിക്കുക, അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. അത് ഏത് ഭേദഗതി പ്രകാരമാണ് ആ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത്? 78 44ാം ഭേദഗതി. അപ്പോൾ 2 ആർട്ടിക്കിൾ, ഒരു ഭേദഗതിയും പറഞ്ഞു. 20ഉം 21ഉം അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കത്തില്ല. അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളാണ് 20ഉം 21ഉം. 1978 44ാം ഭേദഗതി പ്രകാരമാണ് ഈ ഒരു റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. ഓക്കെ. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നല്ലേ നമ്മൾ എഴുതുന്നത്, എഫിലല്ലേ തുടങ്ങുന്നത്. ഈ എഫ് ഒന്ന് തിരിച്ചൊന്ന് റിവേഴ്സ് ചെയ്ത് മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 7 പോലെ വരത്തില്ലേ. 7 എന്ന നമ്പറുമായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഒരു ബന്ധമുണ്ട്. കാരണം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങളുടെ എണ്ണം 7ആണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 എണ്ണമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6ആണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ എണ്ണം 6. അപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പം നമുക്കിപ്പോൾ 6 എണ്ണേ ഉള്ളൂ എന്നറിയാം. പരീക്ഷയ്ക്ക് ചോദിക്കുവാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ഏത് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ ഒരുപക്ഷെ 6 കാണും. അപ്പോൾ നിങ്ങൾക്കിപ്പം മൗലികാവകാശങ്ങൾ 6 എണ്ണല്ലേ ഉള്ളെന്ന് ഓർമ്മയുള്ളവർ ഒരുപക്ഷെ പെട്ടെന്ന് 6 എന്ന് എഴുതാം. ഓപ്ഷൻ എയിലും കാണും.
ഉത്തരം തെറ്റിപ്പോവുകയും ചെയ്യും. സോ ഓർത്തോണം 7 എണ്ണമാണ് മൗലികാവകാശങ്ങൾ നിലവിൽ വരുമ്പോൾ, ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം 7ആണ്. ഇപ്പോൾ 6 ഉള്ളൂ. 1978 സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തത് ജനതാ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഭേദഗതിയിലൂടെയാണ്, 44ാം ഭേദഗതി. ഇനി ഒരു സെഷൻ, ഒരു കോൺഗ്രസ് സമ്മേളനം നമ്മൾ ഡയറക്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. 1931 കറാച്ചി സമ്മേളനം, മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. അപ്പം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശില്പി തന്നെ സർദാർ വല്ലഭായ് പട്ടേലാണല്ലോ, പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ സർദാർ വല്ലഭായ് പട്ടേൽ. ഇദ്ദേഹം തന്നെയാണ് ഈ 31 കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. 1931 കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. അതിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിക്കാം. അത് ജവഹർലാൽ നെഹ്റുവാണ്. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഈ ഒരു പ്രമേയം എഴുതി തയ്യാറാക്കിയത്. അടുത്തത്, ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങളെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിക്കാം. ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങളെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. അപ്പം അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് മൗലികാവകാശങ്ങൾ. ഏറ്റവും ബേസാണ്, ആണിക്കല്ലാണ്, വിളക്കാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇരുന്നൊരു സമയത്തല്ലേ ഭാവിയിൽ അങ്ങനെ ആകുള്ളൂ എന്നൊരാൾ പ്രവചിക്കത്തുള്ളൂ. അപ്പം അന്ന് കഷ്ടത അനുഭവിക്കുന്ന, മൗലികാവകാശങ്ങളൊന്നും ഇല്ലാതെ സാറന്മാരുടെ മുമ്പിൽ, ബ്രിട്ടീഷുകാരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഭവ്യതയോടെ നിൽക്കേണ്ടി വരുന്ന ഒരു പാവം ഇന്ത്യൻ ജനത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് ഓർക്കാമല്ലോ. സോ മണ്ണിൽ നിന്നുകൊണ്ട് നിലത്തെഴയുന്ന, ബ്രിട്ടീഷുകാരുടെ കാൽച്ചുവട്ടിൽ കിടന്ന് നിലത്തെഴയുന്ന മണ്ണിൽ നിൽക്കുന്ന ഒരു ജനത കുറേ അനുഭവിച്ച ഒരു കാലഘട്ടത്തിലായിരുന്നു എന്ന് ഓർത്തേ. ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണം, കാവ്യാത്മകമാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മണ്ണെന്നൊക്കെ പറഞ്ഞല്ലോ, മണ്ണിന് മഡെന്ന് പറയാമല്ലോ, ചെളിയുമായിട്ട് കണക്ട് ചെയ്ത് മഡ്. പിന്നെ നിലത്തെഴഞ്ഞു, മണ്ണിലാണല്ലോ ചില ബ്രിട്ടീഷുകാരൊക്കെ ചവിട്ടിയിടുമ്പോൾ സിനിമയിലെ കാണുന്ന പോലെ നിലത്ത് വീണ് എഴയുന്നതൊക്കെ, സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ എഴയുക. അപ്പം 7 1927 മദ്രാസ് സമ്മേളനം, 27 സമ്മേളനം മദ്രാസ്. അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ 27 സമ്മേളനം മദ്രാസ് സമ്മേളനം. അവിടെയാണ് ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങളെന്ന് പ്രഖ്യാപിച്ചത്. അപ്പം ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങളെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. ഓർത്തിരിക്കുക, 1927 മദ്രാസ് സമ്മേളനം. അപ്പം ബ്രിട്ടീഷുകാരെ അനുസരിച്ച് നമ്മൾ നിൽക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അനുസരിച്ച് നിൽക്കുക, അപ്പം അനുസരിക്കുക. അൻസാരി എന്ന ആ ഒരു വാക്കിലേക്ക് എത്താമല്ലോ, അൻസാരി. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ MA അൻസാരി. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ MA അൻസാരി. ഓക്കെ, ആ പോയിന്റുകൾ ഓർത്തിരിക്കുമല്ലോ. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരെന്ത് എന്ന് ചോദിക്കാം. അത് റിട്ടാണ്. റിട്ട് നിങ്ങൾ പലതും പഠിച്ചിട്ട് പോകുമായിരിക്കും, പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ, മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നേക്കാം. അത് റിട്ടാണെന്ന് ഓർത്തിരിക്കുക. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ ആർട്ടിക്കിൾസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അനുച്ഛേദങ്ങൾ, ഓരോ ആർട്ടിക്കിളും പറയുമ്പോൾ എന്തെങ്കിലും കണക്ഷനും കോഡും ഒക്കെ പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർ പഠിച്ചു പോകാൻ വേണ്ടി നിങ്ങൾ പഠിച്ചോണം. ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ പിന്നത്തേന് പഠിക്കാൻ വെക്കരുത്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ആ മൊമെൻറ്റിൽ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ സമത്വത്തിനുള്ള അവകാശമാണ് പറയാൻ പോകുന്നത്. സമത്വത്തിനുള്ള അവകാശം എവിടം തൊട്ട് എവിടം വരെയാണ്? 14 തൊട്ട് 18 വരെ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും, ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ആ ഒരു സംഭവം വരുന്നതാണ് ആർട്ടിക്കിൾ 14. നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും, എല്ലാവർക്കും തുല്യ നിയമമാണ്. എല്ലാവരും ഇപ്പം ഭൂമിയിലെ നിലത്ത് നിൽക്കുന്ന എല്ലാവരും തുല്യരാണ് എന്ന് ഓർത്ത്. നിലം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 4ലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് 14 4. അപ്പം നിലത്ത് നിൽക്കുന്ന എല്ലാവരും തുല്യരാണ്, തുല്യ നിയമമാണ് എല്ലാവർക്കും എന്നൊക്കെ ഓർത്ത്. അപ്പോൾ തുല്യ നിയമം, നിലത്ത് 4 14 തുല്യ നിയമ സംരക്ഷണം. നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവുമാണ് ആർട്ടിക്കിൾ 14 വരുന്നത്. നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും, നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ആർട്ടിക്കിൾ 14. അടുത്തത് ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ
15. ഇപ്പം സിനിമകളിലൊക്കെ മമ്മൂട്ടിയുടെയൊക്കെ കിങ് പോലുള്ള സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ വിവേചനം ആരെങ്കിലുമൊക്കെ കാണിച്ചാൽ പഞ്ച് ഡയലോഗാണല്ലേ വരുന്നത്. സിനിമകളിലെ നായകൻ എപ്പോഴും എവിടെയെങ്കിലും വിവേചനം കണ്ടാൽ ഉടനെ പഞ്ച് ഡയലോഗ് അടിക്കുന്നു. ഓർത്തെ, പഞ്ച്, 5, വിവേചനവും 5ഉമായിട്ട് കണക്ട് ആവുമല്ലോ. സോ ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനമാണ്? മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. മതത്തിൻ്റെ പേര് നമുക്കറിയാം, നമ്മുടെ ലോകത്ത് വിവേചനം, നാട്ടിൽ വിവേചനമൊക്കെ ഉണ്ട്. അതുപോലെ ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ലിംഗം, ജന്മസ്ഥലം, അങ്ങനെ ഇതിൻ്റെയൊക്കെ പേരിലൊന്നും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15, അനുച്ഛേദം 15. വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 15 എന്തിൻ്റെയൊക്കെ പേരിൽ? മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 15. ഓക്കെ. ഇനി 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 16. സർക്കാർ ജോലി എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സർക്കാർ 6 എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണം. അല്ലാതെ പിടിപാടുള്ള രാഷ്ട്രീയക്കാരുടെ മക്കൾക്കൊന്നും കൂടുതൽ ഒന്നും കൊടുത്താൽ അത് നമുക്ക് ഈ 16 പ്രകാരം കോടതി സമീപിക്കാം. 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 16. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു ആർട്ടിക്കിൾ 16. അപ്പോൾ 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും, 15 വിവേചനം പാടില്ല, 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ഇനി 17 അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം, അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏത് എന്നൊക്കെ ചോദിക്കാം. അത് ആർട്ടിക്കിൾ 17 ആണ്. അൺടച്ചബിലിറ്റി, അയിത്തത്തിനെതിരെ ഒരുപാട് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്ത, മീൻസ് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിയാണല്ലോ മഹാത്മാഗാന്ധി. അപ്പം അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17 ഓർത്തിരിക്കാൻ വേണ്ടി. അയിത്തമാണല്ലോ അൺടച്ചബിലിറ്റി. 17 എഴയുക. ഈ ഇഴജന്തുക്കൾ, പാമ്പിനെയൊക്കെ നമുക്ക് തൊടാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് കൈ മാറ്റുമല്ലേ. ഇപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും, ചത്ത പാമ്പാണെ പോലും കൈ കൊണ്ട് നമ്മൾ തൊടത്തില്ല. നമുക്കൊരു അയിത്തമാണ്, ഒരു തൊടാൻ മടിയാണ്. അങ്ങനെയൊക്കെ ഓർത്ത്. അപ്പോൾ ഇഴജന്തുക്കളെ തൊടാൻ മടിയാണ്, അയിത്തമാണ്. ഇഴജന്തുക്കൾ 7, അയിത്തം 17 അയിത്ത നിർമ്മാർജ്ജനമാണെന്ന് ആ രീതിയിൽ ഓർത്തിരിക്കാമല്ലോ. അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനം 17. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം അഥവാ അൺടച്ചബിലിറ്റി. ഓക്കെ. ഇനി 18 വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നത്. ലൈസൻസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നത് നമുക്ക് 18 വയസ്സാവണം. അതുവരെ നമ്മൾ പിള്ളേരാണ്, കുട്ടികളാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പോകുമല്ലേ. 17 വയസ്സ്, ചിലർക്കൊക്കെ 17ഉം 16ഉം വയസ്സാകുമ്പോൾ തന്നെ ഭയങ്കര മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം 18 വയസ്സായാലും നമുക്ക് ലൈസൻസ് പോലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു സർട്ടിഫിക്കേഷനുമായിട്ട് 18നെ കണക്ട് ചെയ്യാമല്ലോ. 18 ബഹുമതികൾ നിർത്തലാക്കൽ എന്ന് വെച്ചാൽ അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ടൈറ്റിൽസ്, അതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആർട്ടിക്കിൾ 18. ടൈറ്റിൽസ്, ബഹുമതികൾ നിർത്തലാക്കൽ, അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. ഓക്കെ. അപ്പം 14 മുതൽ 18 വരെയുള്ള സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 14 എന്താണ്? ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും. 15 വിവേചനം പാടില്ല, പഞ്ച് ഡയലോഗിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം, സർക്കാർ ജോലിയെ സർക്കാർ. 6 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതും ആർട്ടിക്കിൾ 16. 17 എഴയുക, ഇഴജന്തുക്കളെ തൊടാൻ നമുക്ക് മടിയാണ്, അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ 17. 18 വയസ്സാകുമ്പോൾ നമുക്ക് ബഹുമതികൾ, ലൈസൻസ് ഒക്കെ കിട്ടും. ബഹുമതികൾ നിർത്തലാക്കൽ, അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കലാണ് ആർട്ടിക്കിൾ 18. ഓക്കെ. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിൻ്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. ഓർത്തിരിക്കുക, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955, 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിൻ്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 17 ആരുടെ പേരിലാണ്? മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് പാസ്സാക്കിയത്. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് പാസ്സാക്കിയത്. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞു സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റി സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. ആദ്യം ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ
6 ഉള്ളൂ, സ്വത്തവകാശം മാറ്റി. അപ്പോൾ ഈ സ്വത്തവകാശം മാറ്റിയത് 1978 44 ഭേദഗതി പ്രകാരമാണെന്നും പറഞ്ഞു. ഇത് കൂടാതെ തന്നെ കുറച്ച് പോയിന്റുകളൂടെ നമ്മളിതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം, അതാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്വത്തവകാശത്തെ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെ, ഏത് ഭാഗത്തിലാണ് എന്ന് ചോദിച്ചാൽ 12ാം ഭാഗത്തിലാണ്. 44 ഭേദഗതി പ്രകാരം 1978 44 ഭേദഗതി പ്രകാരം 12ാം ഭാഗത്തിലാണ് കൂട്ടിച്ചേർത്തത്. അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ 44 1978 12 അതിലെല്ലാം അക്കങ്ങളൊന്നും എടുത്ത് മീൻസ് അവസാനത്തെ അക്കങ്ങൾ 44 4 1978 അവസാനിക്കുന്നത് 8 പിന്നെ തൊട്ടടുത്ത നമ്പറാണ് 12, 4ൻ്റെ ഗുണിതങ്ങൾ പോലെ 4 8 12 അല്ലേ. അപ്പോൾ അങ്ങനെ 12ലേക്ക് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. നമ്മൾ 44 4 4 കൂട്ടിയാണ് 8ലേക്കൊക്കെ എത്തിയത് നേരത്തെ. അപ്പോൾ അങ്ങനെ നമ്പർ വെച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലൊന്ന് എവിടെയെങ്കിലും കോർത്ത് പോയാൽ ആ ഒരു കൺഫ്യൂഷൻ പരീക്ഷയ്ക്ക് വന്നാൽ 11 12 കൺഫ്യൂഷൻ വന്നാലും അത് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം 12ാം ഭാഗത്തിലാണ് ഇത് കൂട്ടിച്ചേർത്തത്. സ്വത്തവകാശത്തെ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 12ാം ഭാഗത്തിൽ. 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 12ാം ഭാഗത്തിൽ. ഓക്കെ, ഇനി ഒരു ആർട്ടിക്കിളൂടെ കൂട്ടിച്ചേർത്തു. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 300A 300A. ആർട്ടിക്കിൾ 300A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ 12ാം ഭാഗത്തിലാണ് ഇത് കൂട്ടിച്ചേർത്തത് സ്വത്തവകാശം. അതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത വകുപ്പ് ആർട്ടിക്കിൾ 300A. ഈ 78 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ആദ്യമായി വന്ന ജനതാ ഗവൺമെൻറ്റിൻ്റെ മൊറാർജി ദേശായി ആയിരുന്നു. ഏകദേശം 90 മുതൽ 99 വയസ്സ് വരെ എന്തോ അദ്ദേഹം ജീവിച്ചു. ഒരുപാട് പ്രത്യേകതകളുള്ള ഇന്ത്യ കണ്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഈ മൊറാർജി ദേശായി. അപ്പോൾ ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ അന്നേരത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. അതുപോലെ തന്നെ നടപ്പാക്കുമ്പോൾ ആ സമയത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. 2 പോയിന്റുകളോട് ഓർത്തോണം, ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ 44ാം ഭേദഗതി 1978 പാസ്സാകുമ്പോൾ മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി, നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു പ്രസിഡന്റ്. മൊറാർജി ദേശായി പ്രധാനമന്ത്രി, നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റ്. അപ്പോൾ കൂട്ടിച്ചേർത്തത് 12ാം ഭാഗത്തിൽ അതുപോലെ 300A എന്ന ആർട്ടിക്കിളും കൂട്ടിച്ചേർത്തു. അതുപോലെ സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 31 ആയിരുന്നു. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന നേരത്തെ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോണം, ഒരു പക്ഷേ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റണം. 31 പ്രതിപാദിച്ചിരുന്നത്. അപ്പം 300A കൂട്ടിച്ചേർത്തു. 12 എന്ന ഭാഗത്തിലാണ് സ്വത്തവകാശത്തെ പറ്റി 44ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത്. അപ്പോൾ 300A 12ാം ഭാഗം. അതുപോലെ തന്നെ 31 നേരത്തെ പറഞ്ഞിരുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ഒറ്റ പോയിന്റ് കൂടിയുണ്ട്. 31A 31B 31C എന്നീ ആർട്ടിക്കിളുകൾ ഇപ്പോഴും നിലവിലുണ്ട്. സ്വത്തവകാശമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 31 പറഞ്ഞിരുന്നത്. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പറഞ്ഞിരുന്ന പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 31 പറഞ്ഞു. പക്ഷേ 31A-യും 31B-യും 31C-യും സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നെടുത്ത് മാറ്റിയെങ്കിലും ഈ 3 സംഭവങ്ങളും ഇപ്പോഴും നിലവിലുണ്ട്. 31A 31B 31C. ഓക്കെ, അപ്പോൾ സ്വത്തവകാശം 44ാം ഭരണഘടനാ ഭേദഗതി 1978 പ്രകാരം മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റി ലീഗൽ റൈറ്റ് മാത്രമാണ്. 12A ഇത് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ 300A എന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. സ്വത്തവകാശത്തെ പറ്റി പറഞ്ഞിരുന്ന ആർട്ടിക്കിൾ 31 അത് മാറ്റിയെങ്കിലും 31A-യും 31B-യും 31C-യും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിലെ ആർട്ടിക്കിൾ 19 ആദ്യം നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. അതിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരുന്നുണ്ട്. അത് മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. പക്ഷേ ഞാനിവിടെ ചെറിയൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കോഡ് പോലെ. അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും പഠിച്ചിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ, പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് റിവിഷൻ ആയിക്കോളും. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 19A 19B 19C 19D 19E 19G അങ്ങനെ 6 ഉണ്ട്. 19F ഉണ്ടായിരുന്നു, അത് മാറ്റി അത് ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 19 ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അത് മുഴുവൻ ഞാൻ പറയുന്നതിന് മുമ്പ് ചെറിയൊരു കോഡ് പോലെ ഒരു കണക്ഷൻ ഞാൻ പറയാം. കുറേ ആൾക്കാർ ചേർന്ന് ടൂറ് പോയ ഒരു കഥ പറയും. അത് പറഞ്ഞു തീരുമ്പോൾ ഈ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ,
അപ്പം കുറേ പേരിങ്ങനെ ഒരു സ്ഥലത്ത് ടൂർ പോകാൻ തീരുമാനിച്ചു. ഒരുപാട് പേരുണ്ട്, ഒരു 5-8-10 പേരുണ്ടെന്ന് വിചാരിക്കുക. അവർ ടൂർ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം തേടണമല്ലോ, എല്ലാവരും ഒരുമിച്ച് അഭിപ്രായം പറയണ്ടേ. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി സമാധാനപരമായി ഒത്തുചേർന്നു. അഭിപ്രായം കേൾക്കാൻ വേണ്ടി എല്ലാവരും കൂടെ സമാധാനപരമായി ഒത്തുചേർന്നു. ഈ കുറേ പേര് ഒത്തുചേരുമ്പോൾ അതിനെ വേണമെങ്കിൽ ഒരു സംഘടന എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അവർ സംഘടിതമായി ഒരു സംഘടന പോലെ ഒത്തുചേർന്നു. അപ്പോൾ ഇങ്ങനെയാണ് അഭിപ്രായം എല്ലാവരുടെയും കേൾക്കാൻ വേണ്ടി സമാധാനപരമായി ഒത്തുചേർന്നു ഒരു സംഘടന പോലെ. ഇനി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇവർക്ക് സഞ്ചരിച്ച് ടൂർ പോകാമല്ലോ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിച്ച് ടൂർ പോകാം. അതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം പറഞ്ഞു. ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് സഞ്ചരിച്ച ഒരു വലിയ ടൂറാണ് അവർ പ്ലാൻ ചെയ്തത്. കുറേ ദിവസങ്ങളടങ്ങുന്ന ഒരു വലിയ ടൂറ്. അങ്ങനെ ടൂർ പോകുമ്പം പല സ്ഥലത്ത് ഇവർക്ക് താമസിക്കണമല്ലോ. എല്ലാ ദിവസവും രാത്രിയും പകലും ഇവർക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, താമസിക്കണം. അതിനുവേണ്ടി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളുമൊക്കെ അവരൊരുക്കിയെന്ന് വിചാരിക്കുക. ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവരൊരുക്കി. അങ്ങനെ വലിയ ടൂറായി കഴിയുമ്പം കുറേ ദിവസം കഴിയുമ്പം കയ്യിലെ കാശൊക്കെ തീരുമല്ലേ. അപ്പോൾ എന്തെങ്കിലും വരുമാനം വേണമല്ലേ, കാര്യങ്ങൾ നടക്കണ്ടേ, ഭക്ഷണവും താമസവും ഒക്കെ. അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. സോ ഇന്ത്യയിൽ തന്നെയല്ലേ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യുന്നത്, ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന കാര്യമൊക്കെ അവർ തീരുമാനിച്ചു. ഇന്ത്യയിൽ എവിടെയായാലും അവിടെ ജോലി ചെയ്യുന്ന കാര്യം. അപ്പോൾ ആദ്യം അഭിപ്രായം തേടി അതിനുവേണ്ടി സമാധാനപരമായി ഒത്തുചേർന്നു, സംഘടന പോലെയായി. പിന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിച്ച് ടൂർ പോകാമെന്ന് തീരുമാനമെടുത്തു. പിന്നെ താമസം സെറ്റാക്കി. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിച്ചാലും ആ കൂട്ടത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള സംഭവങ്ങളും സെറ്റാക്കി. അപ്പോൾ ഏകദേശം 6 ആയില്ലേ. അഭിപ്രായം പറയുന്നു, സമാധാനപരമായി ഒത്തുചേർന്നു, സംഘടനയായി, സഞ്ചരിക്കുന്നു, താമസിക്കുന്നു, അതുപോലെ തന്നെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. ABCDEG 19 വരുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഈ ഒരു കഥ പോലെ ഞാൻ പറഞ്ഞ ഈ ടൂർ പോയ സംഭവം ഓർത്താൽ മതി. അപ്പോൾ ഞാനത് വിശദീകരിക്കാം. 19(1)A വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)A വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായം കേൾക്കാൻ വേണ്ടി, അഭിപ്രായം പറയാൻ വേണ്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)B വരുന്നത് നിരായുധരായി, എന്ന് വെച്ചാൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായി ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം. അവർ ഒത്തുചേർന്ന് പറഞ്ഞല്ലോ, അഭിപ്രായം പറയാൻ വേണ്ടി ഒത്തുചേർന്നു. നിരായുധരായി സമാധാനപരമായി ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19(1)B വരുന്നത്. ഇനി ഒത്തുചേരുമ്പോൾ സംഘടന പോലെ ആകും എന്ന് പറഞ്ഞല്ലോ. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശമാണ് 1C. സംഘടനകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശം 1C. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശം 1C വരുന്നു. ഓക്കെ, അങ്ങനെ എന്താണ് അവർ തീരുമാനമെടുത്ത്? ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുക. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 19(1D വരുന്നത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 19(1D വരുന്നത്. ഓക്കെ, അങ്ങനെ സഞ്ചരിക്കുമ്പോൾ താമസിക്കണമല്ലോ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം 1E. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം 1E വരുന്നു. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം 1E. ഇനി കഴിയുമ്പോൾ ചിലവിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞ ജോലി ചെയ്യും. ഇഷ്ടമുള്ള ജോലി, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, അതാണ് 1G വരുന്നത്. അപ്പം 19(1)A, 19(1)B, 19(1)C, 1D, 1E, 1G ഇത്രയും നമ്മൾ പറഞ്ഞു. ഒറ്റ വട്ടം കൊണ്ട് ഞാൻ സ്പീഡ് അതൊന്ന് പറഞ്ഞു പോകും. 1A അഭിപ്രായ സ്വാതന്ത്ര്യം, 1B സമാധാനപരമായി ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം, 1C സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം, 1D ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 1E ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, 1G ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. അത്രയുമാണ് 1G വരെ വരുന്നത്. അപ്പോൾ 1A തൊട്ട് 1G വരെയുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു 1F ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല. അതിനെന്ന് വെച്ചാൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം 44-ാം ഭേദഗതിയിലൂടെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. അതാണ് 1F. 1F നീക്കം ചെയ്തത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു. അതാണ് 44-ാം ഭേദഗതി. നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, 1978 44-ാം ഭേദഗതി അതുവഴി നീക്കം ചെയ്തുകൊണ്ട് 1F അവിടെയില്ല. അപ്പോൾ 1A, 1B, 1C, 1D, 1E, 1G അങ്ങനെ 6 ഉള്ളൂ. തുടക്കത്തിൽ 7 ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അത് 1F ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതെടുത്ത് നീക്കം ചെയ്തു 1978 44-ാം ഭേദഗതികളോടെ. ഇപ്പോൾ ഏതെങ്കിലും രാജ്യം ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഈ 19 നിരോധിക്കപ്പെടുന്നു.
വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ ആർട്ടിക്കിൾ 19 നിരോധിക്കാൻ കഴിയൂ. അപ്പം ഏതെങ്കിലുമൊക്കെ രാജ്യം കടന്നു കയറുകയോ യുദ്ധമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആർട്ടിക്കിൾ 19 നിരോധിക്കും, അല്ലെങ്കിൽ അന്നേരമേ നിരോധിക്കാൻ കഴിയൂ. അല്ലാതെ സാധാരണ രീതിയിലൊന്നും ആർട്ടിക്കിൾ 19 നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നിരോധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്തെങ്കിലും യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ എമർജൻസി പ്രഖ്യാപിച്ചാൽ, അടിയന്തരാവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ആർട്ടിക്കിൾ 19 നിരോധിക്കാൻ കഴിയൂ. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 20 നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പ്രകാരം നൽകുന്നത്. എന്ന് വെച്ചാൽ ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന കുറച്ച് സംരക്ഷണങ്ങളുണ്ട്. 3 തരത്തിലുള്ള സംരക്ഷണങ്ങളുണ്ട് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന ഈ ആർട്ടിക്കിൾ 20 പ്രകാരം. ആ 3 തരത്തിലുള്ള സംരക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇവ 3ഉമാണ് ആർട്ടിക്കിൾ 20 പ്രകാരം ഒരു കുറ്റവാളിക്ക് നൽകുന്ന 3 തരത്തിലുള്ള സംരക്ഷണങ്ങൾ. ഇത് മനസ്സിലാക്കി പോവുക, കാണാതെ ഒന്നും പഠിക്കേണ്ട. 20 നമ്പറിലേക്ക് ഇതിനെ ഒന്ന് കോർത്തിണക്കിയാൽ മതി. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. ഈ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരാൾ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറ്റമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമമൊന്നും ആ സമയത്തില്ലെങ്കിൽ നേരത്തെ മുൻകാല പ്രാബല്യത്തോടെ ഒരു നിയമം അങ്ങനെ പാസ്സാക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമമൊന്നുമില്ലെങ്കിൽ, അതാണ് ഫസ്റ്റ് പോയിന്റ്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. രണ്ടാമത്തേത്, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. മൂന്നാമത്തേത്, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ കുറ്റവാളിയോട് തന്നെ നിനക്കെതിരെ നീ തെളിവ് കൊണ്ടുപോകാൻ, നീ ചെയ്തതിന് തെളിവ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് ആണ് മൂന്നാമത് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ദിലീപിൻ്റെ ഫോണിൻ്റെ ഒരു കോൺട്രവേഴ്സി, സിനിമാ നടൻ ദിലീപിൻ്റെ വന്നില്ലായിരുന്നു ചാനൽ ചർച്ചകളിലൊക്കെ. അപ്പോൾ ഒരു വക്കീലോ ഒരാളിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകണമെന്ന് ഒരു കോടതിക്കും ഇങ്ങനെ പ്രേരിപ്പിക്കാൻ പറ്റത്തില്ല, അത് ഇന്ത്യൻ നിയമം പ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞ് വാദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തി അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആർട്ടിക്കിൾ 20 ഒരു കുറ്റവാളിക്ക് നൽകുന്ന 3 തരത്തിലുള്ള സംരക്ഷണമാണ്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഈ 3 തരത്തിലുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 20 പ്രകാരം നൽകുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 20 പ്രകാരം. ഇനി ആർട്ടിക്കിൾ 21 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അതുപോലെ തന്നെ വളരെയധികം ഭരണഘടനയിൽ പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. ഓർത്തിരിക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഒരാൾക്ക് ജീവിക്കാനും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21 പറയുന്നു. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരം നൽകുന്നു. ഓക്കെ, അപ്പോൾ ജീവിക്കുക, വ്യക്തി സ്വാതന്ത്ര്യം. 21 ആണല്ലോ നമ്മുടെ കല്യാണപ്രായം. അതുപോലെ തന്നെ 21 കല്യാണപ്രായം. ഓക്കെ. അപ്പം ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതെന്ന് ചോദിച്ചാൽ അതും ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 കല്യാണപ്രായം ആയതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാമല്ലോ. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. ഇനി ചിലരൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പുകവലിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ സിനിമകളിലൊക്കെ കാണാമില്ലേ, ഭാര്യമാരെ പേടിയാണെങ്കിൽ അവർ ഒളിച്ചും പാത്തും ഒക്കെ ആയിരുന്നു പുകവലിക്കുന്നത്. അപ്പം ആ ഒരു സംഭവത്തെ ഒരു വ്യക്തി ഒരാളെ 21 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. അങ്ങനെ പിന്നെ ഭാര്യയെ പേടിയായതുകൊണ്ട് ഒളിച്ചും പാത്തും ഒക്കെ ആയിരുന്നു പുകവലിച്ച ആ ഒരു ചിത്രം ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. പുകവലിയുടെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാം. അതും ഈ 21 വകുപ്പ് പ്രകാരമാണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ 21 വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഈ 2 കാര്യങ്ങളും ഭരണഘടനയുടെ 21 വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്.
അടിസ്ഥാന പ്രകാരമാണ്. പിന്നെ സ്വകാര്യത എന്ന് പറയുന്ന സംഭവം, സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദവും ആർട്ടിക്കിൾ 21. ഇപ്പം പുതിയതായിട്ട് 21 നമ്മൾ വിവാഹമായിട്ടൊക്കെ കണക്ട് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു, കല്യാണപ്രായം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് പ്രൈവസി കൊടുക്കുമല്ലേ. ഇപ്പം കല്യാണത്തിന് മുമ്പ് എല്ലാവരും ഇപ്പോൾ ചേട്ടനും അനിയനൊക്കെ ഒരുമിച്ചാണ് നടക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പുതിയ റൂമൊക്കെ അവർക്കൊടുത്ത് ഭാര്യയും ഭർത്താവും വേറെ റൂമിൽ, അവർക്ക് വേറെ പ്രൈവസി കൊടുക്കത്തില്ല. അങ്ങനെ പ്രൈവസി എന്ന ടൈമിലേക്ക് നമുക്ക് എത്താമല്ലോ കല്യാണമായിട്ട് കണക്ട് ചെയ്ത്. അങ്ങനെ പ്രൈവസി 21 കൊണ്ടുവരാമല്ലോ. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. ഇനി സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ഏത് കേസിലാണ് എന്ന് ചോദിക്കാം. ഈ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് കേസ് അത് KS പുട്ടുസ്വാമി കേസാണ്. KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് 2017 ഈ ഒരു വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വകാര്യതയാണല്ലോ, നമ്മുടെ സ്വകാര്യ സാധനങ്ങളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് സ്വകാര്യ സംഭവങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ പൂട്ടി വെക്കത്തില്ല, ആരും കാണാതെ. അപ്പോൾ പൂട്ടി വെക്കുക, സ്വകാര്യമായിട്ടുള്ളത് ആരും കാണാതെ നമ്മൾ പൂട്ടി വെക്കുമെന്ന് ഓർത്ത്. അപ്പോൾ പുട്ടുസ്വാമി എന്ന് കണക്ട് ചെയ്യാമല്ലോ. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് KS പുട്ടുസ്വാമി കേസ്, വർഷം 2017. ഓക്കെ, സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് പുട്ടുസ്വാമി കേസ് 2017. അപ്പോൾ 21 എന്താണ്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യം. 21 കല്യാണപ്രായമാണെന്ന് പറഞ്ഞു. ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഏത് ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരമാണ് അതിനുള്ള അവകാശം നൽകുന്നതെന്ന് ചോദിച്ചാൽ 21. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയെ പേടിച്ച് മാറി എന്ന് പുകവലിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. പുകവലി, പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ 21 വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദവും 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് KS പുട്ടുസ്വാമി കേസ് 2017. ഓക്കെ, ഇനി 21 കല്യാണമൊക്കെ കഴിച്ചു. 21 കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കൾ എന്താണ് ചിന്തിക്കുന്നത്? കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കുമല്ലേ. നമുക്കൊരു മോനുണ്ടായാൽ അവനെ ഇന്ന സ്കൂളിൽ ചേർക്കണം, അല്ലെങ്കിൽ ഇവന് ആ വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുമല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ഓർത്ത്. അടുത്ത വകുപ്പ് കുഞ്ഞുങ്ങളുമൊക്കെ ബന്ധപ്പെട്ടതാണ് 21A. അതെന്താണെന്ന് വെച്ചാൽ 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. അതാണ് 21A വരുന്നത്. 21 കല്യാണം കഴിച്ചു, 21A കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എത്ര വയസ്സിനിടയിലുള്ളത്? 6-നും 14-നും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളാണ് 21A. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. കണക്ട് ചെയ്ത് പഠിച്ചു പോയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കല്യാണം പിന്നെ കുഞ്ഞുങ്ങൾ ആ രീതിയിലൊക്കെ ഓർത്താൽ മതി, നമ്മൾ മറന്നു പോകത്തില്ല. 21A 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. ഇനി വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടന ഭേദഗതി ഏത് എന്ന് ചോദിക്കാം. അത് 2002 86 ഭേദഗതിയാണ്. 2002 86 ഭേദഗതി. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 2002 86 ഭേദഗതി. അത് കാണാതെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 2002 86 ഭേദഗതി. ഓക്കെ, 86 ഭേദഗതി 2002. ഇനി അത് പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയ ഡേറ്റ് ചോദിക്കാം. അപ്പോൾ ആ ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടി 86 ഭേദഗതിയാണല്ലോ. 86 ആദ്യത്തെ 8 എടുക്കുക. 8-ാം മാസം ഓഗസ്റ്റ് എഴുതുന്നു. പിന്നെ ആ 86 6 അങ്ങ് അറ്റത്തോട്ട് എഴുതുന്നു. അതിൻ്റെ ഇപ്പുറത്ത് 2 കൂടി ഇടുന്നു. ഓഗസ്റ്റ് 26. 2009 ഓഗസ്റ്റ് 26 ഈ ഒരു അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. 2009 ഓഗസ്റ്റ് 26. 86 6 എടുത്ത് ഇപ്പുറത്തോട്ട് എഴുതുക. അത് തലതിരിച്ച് ഇടതുവശത്ത് എഴുതുകയാണെങ്കിൽ, ഇതുപോലെ എഴുതുകയാണെങ്കിൽ അത് 9 ആവുമല്ലോ. അപ്പോൾ 2009 കണക്ട് ചെയ്യാമല്ലോ. പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. ഇനി ഇത് നിലവിൽ വന്നത്, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. അപ്പോൾ ആർട്ടിക്കിൾ 21A എന്താണ്? 6 മുതൽ 14 വയസ്സ്, 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 21A. ഏത് ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയത്? 86 ഭേദഗതി 2022. പാർലമെൻറ്റ് പാസ്സാക്കിയത് ഓഗസ്റ്റ് 26, 2009. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഓക്കെ, 2010 ഏപ്രിൽ 1
നിലവിൽ വന്നു. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 20-ഉം 21-ഉം. ആർട്ടിക്കിൾ 20-ഉം 21-ഉം അടിയന്തരാവസ്ഥ സമയങ്ങളിൽ റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏത് എന്ന് ചോദിക്കാം. ഗോൾഡൻ ട്രയാങ്കിൾ, സുവർണ ത്രികോണം, ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. 14 ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതാണ് 14. 19 എന്താണ്? മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 21 ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഈ 3 എണ്ണമാണ് സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ 14, 19, 21. ഓക്കെ, 3 എണ്ണം ഓർത്തിരിക്കുക. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്ക് എന്ന് ചോദിക്കാം. അത് പാർലമെന്റിനാണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിനാണ് അവകാശമുള്ളത്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെന്റിന്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡന്റിനാണെന്നും അറിഞ്ഞിരിക്കുക. 2 പോയിന്റുകൾ പ്രധാനമായും നോട്ട് ചെയ്യണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 22 ആണ്. കരുതൽ തടങ്കലുമൊക്കെയായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. അനുച്ഛേദം 22. അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 22, ആർട്ടിക്കിൾ 22. നിയമവിധേയമല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതിനെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ്, പൗരന് സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ഇനിയിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം കൂടിയാണ് ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതെന്ന് ചോദിക്കാം. അനുച്ഛേദം 22 പ്രകാരം 24 മണിക്കൂറിനുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 22. നിയമവിധേയമാണോ അറസ്റ്റ് എന്ന് മജിസ്ട്രേറ്റ് സ്ഥിരീകരിക്കണ്ടേ? അപ്പോൾ അതാണ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 22. അതുപോലെ തന്നെ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാലും അനുച്ഛേദം 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 22. കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാൻ കഴിയുമെന്ന് ചോദിക്കാം. അത് 3 മാസമാണ്. 3 മാസമാണ് കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ, അല്ലെങ്കിൽ 3 മാസം വരെ തടവിൽ വെക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്താൽ വിചാരണ ട്രയൽ 3 മാസം വരെ ട്രയൽ ഇല്ലാതെ, വിചാരണ ഇല്ലാതെ അയാളെ തടങ്കലിൽ വെക്കാം. പക്ഷേ 3 മാസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം വലിയ ആൾക്കാർ നമ്മുടെ ഈ അടുത്തിടെ തന്നെ വലിയ കോൺട്രവേഴ്സിയൊക്കെ നാട്ടിലുണ്ടായിട്ടില്ലേ. അതിലൊക്കെ പലരും 3 മാസം കഴിയുമ്പം പുറത്ത് വരുന്നുണ്ടായിരുന്നു. കുറ്റം കാരണം തെളിയിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ 3 മാസത്തിൽ കൂടുതലൊന്നും അകത്തിടാൻ പറ്റത്തില്ല. അപ്പോൾ കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസം വരെ തടവിൽ വെക്കാൻ കഴിയും, അല്ലെങ്കിൽ 3 മാസം വരെ തടവിൽ വെക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിക്കാം. അത് AK ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലൻ. അപ്പോൾ നിയമവിധേയമല്ലാത്ത അറസ്റ്റിനൊക്കെ എതിരെയുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 22. 24 മണിക്കൂറിനുള്ളിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ ഹാജരാക്കണം. അതുപോലെ വിചാരണ കൂടാതെ കരുതൽ തടങ്കൽ അറസ്റ്റിലായ ഒരു വ്യക്തിയെ 3 മാസത്തിൽ കൂടുതൽ അകത്തിടാൻ പറ്റത്തില്ല. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലൻ. കരുതൽ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 22. അടുത്തത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങൾ. ചൂഷണത്തിനെതിരായുള്ള അവകാശം 23 മുതൽ 24 വരെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം അനുച്ഛേദം 23. മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 23. മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ ഇവയെല്ലാം നിരോധിച്ചുകൊണ്ടുള്ള അനുച്ഛേദം 23, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 23. ഓർത്തിരിക്കാൻ വേണ്ടി 23 ആണല്ലോ. 3 2 ഗുണിച്ചാൽ 6 എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നില്ല, 6 എന്ന നമ്പർ നമ്മളുടെ കാലൻ്റെ നമ്പറാണ്. മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന പുള്ളിയിലെ പോത്തിൻ്റെ പുറത്ത് വരുന്ന കാലൻ്റെ നമ്പറാണ് 6, സിനിമയിൽ പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ എടുക്കാം. ഈ നിർബന്ധിച്ചൊക്കെ തൊഴിലെടുപ്പിക്കുമ്പോൾ എന്താ പറയുക, ദേഷ്യത്തിൽ മുതലാളിയെ മനസ്സിൽ കാലാന്നൊക്കെ വിളിക്കത്തില്ലേ, കാലമാട് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് നട്ടിൽ റബ്ബറാക്കുമെന്നൊക്കെ സിനിമയിലെ ഡയലോഗ് പോലെയൊക്കെ ഒന്ന് ഓർത്താൽ മതി. അപ്പം കാലൻ എന്നൊക്കെ മുതലാളിയെ വിളിക്കുമെന്ന് ഓർത്തേ. നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മനുഷ്യക്കടത്തൊക്കെ നടത്തി അടിമയായിട്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ മുതലാളിമാരെ, ഏത് മുതലാളിയാണേലും എത്ര വലിയ വിശാല മനസ്സിലാണേലും ഒന്ന് കാലാന്ന് വിളിച്ചു പോകും.
അപ്പം നമ്മൾ ഇത്രയും കാലിനുമായിട്ട് കണക്ട് ചെയ്ത 23 ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്. 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കൽ എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള അനുച്ഛേദമാണെന്ന് ഓർത്തിരിക്കുക. മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കൽ അനുച്ഛേദം ആർട്ടിക്കിൾ 23. 23-ലെ 3 2 ഗുണിച്ച് 6 ആക്കി. 6 കാലിൻ്റെ നമ്പറുമായിട്ട് കണക്ട് ചെയ്തു. നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കുന്നവനെ മനസ്സിൽ കാല എന്ന് വിളിക്കുമെന്നൊക്കെ ഓർക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. അനുച്ഛേദം 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കൽ എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. ആർട്ടിക്കിൾ 24 പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 24 ബാലവേല നിരോധിക്കുന്നു. 24-ലെ അക്കങ്ങളായ 2ഉം 4ഉം കൂടെ ഗുണിച്ച് 4ഉം 2ഉം 8. 8ഉം പൊട്ടും തിരിയാത്ത കുട്ടികൾ നമ്മൾ പറയത്തില്ലേ, കുഞ്ഞു പിള്ളേർ, 8ഉം പൊട്ടും തിരിയാത്ത കുട്ടികൾ. അപ്പം അങ്ങനെ 8ഉം പൊട്ടും തിരിയാത്ത കുട്ടികൾ 2ഉം 4ഉം കൂടെ ഗുണിച്ച് 8 ആക്കി. അങ്ങനെ കുട്ടികളിലേക്ക് എത്തി. ബാലവേല, 8ഉം പൊട്ടും തിരിയാത്ത കുട്ടികളെ പണിയെടുപ്പിക്കരുത്, ബാലവേല നിരോധിക്കുന്നു. കണക്ട് ചെയ്യാമല്ലോ. സോ അനുച്ഛേദം 24 ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ നിരോധിക്കുന്നു. അപ്പം അനുച്ഛേദം 23 നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നത്, മനുഷ്യക്കടത്ത്, അടിമത്തം എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നു, ചൈൽഡ് ലേബർ നിരോധിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റക് മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റക് മാർക്ക്. റക് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ്. റക് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി. അതുപോലെ റക് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. റക് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ്. 3 പോയിന്റ് പറഞ്ഞു. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റക് മാർക്ക്. റക് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥി. റക് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണെന്നും അറിഞ്ഞിരിക്കുക. ഈ കൈലാഷ് സത്യാർത്ഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നോബൽ ജേതാവാണ്. 2014 മലാല യൂസഫ്സായോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പങ്കുവച്ച ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി. അപ്പോൾ കൈലാഷ് സത്യാർത്ഥിക്ക് ഏത് വർഷമാണ് നോബൽ കിട്ടിയെന്ന് ചെറിയൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ. അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു കോഡ് പറയാം. കൈലാഷ് സത്യാർത്ഥിക്ക് കയ്യിൽ നോബൽ കിട്ടിയത് 2014 കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2013 14 15 എന്ന് പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ വന്നാൽ ഈ ഒരു കോഡ് വെച്ച് അങ്ങ് ഓർത്തിരുന്നാൽ മതി. കൈലാഷ് സത്യാർത്ഥിക്ക് കയ്യിൽ നോബൽ കിട്ടിയത് 4 2014 മലാല യൂസഫ്സായോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര റക് മാർക്ക്. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. റക് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൈലാഷ് സത്യാർത്ഥി. ഓക്കെ, ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന ഏത് എന്ന് ചോദിക്കാം. അത് ബച്പൻ ബച്ചാവോ ആന്തോളനാണ്. ബാലന്മാരാണല്ലോ ബാല്യം. ബച്പൻ എന്ന് പറഞ്ഞ ഹിന്ദി വാക്കിൻ്റെ അർത്ഥം ബാല്യമാണല്ലോ. ബച്പൻ ബച്ചാവോ ആന്തോളൻ, ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണങ്ങൾ, അതുപോലെ ബാലവേല, ഇതിനൊക്കെതിരെ പെട്ടെന്ന് നിയമ നടപടികൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2017 കൈലാഷ് സത്യാർത്ഥി ഒരു റോഡ് മാർച്ച് നടത്തിയായിരുന്നു ഇന്ത്യ മുഴുവൻ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 2017 കൈലാഷ് സത്യാർത്ഥി കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾക്കെതിരെ പെട്ടെന്ന് നിയമ നടപടികളൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു റോഡ് യാത്ര നടത്തി. ഇത് നടത്തിയത് കൈലാഷ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ ആണ്. KSCF എന്ന സംഘടനയാണ് ഇത് നടത്തിയത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ ഗ്ലോബൽ മാർച്ച് എഗനിസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാലും കൈലാഷ് സത്യാർത്ഥിയാണ്. ഗ്ലോബൽ മാർച്ച് എഗനിസ്റ്റ് ചൈൽഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തനാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ കൈലാഷ് സത്യാർത്ഥി. കാരണം അദ്ദേഹത്തിന് നോബൽ വരെ ലഭിച്ചല്ലേ. അപ്പോൾ ഗ്ലോബൽ മാർച്ച് എഗനിസ്റ്റ് ചൈൽഡ് ലേബർ കൈലാഷ് സത്യാർത്ഥി. ആ ഒരു പോയിന്റ് ചൈൽഡ് ലേബർ വെച്ച് തന്നെ അദ്ദേഹവുമായിട്ട് ഓർത്തിരിക്കുമല്ലോ. ഗ്ലോബൽ മാർച്ച് എഗനിസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ കൈലാഷ് സത്യാർത്ഥിയാണെന്ന് ഓർത്തിരിക്കുക. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ്. ചൈൽഡ് ലേബർ ചിൽഡ്രന്മാർ, കുഞ്ഞുങ്ങളെ കൊണ്ട് തൊഴിലെടുപ്പിച്ചാൽ അവരെ പിടിച്ച് വീട്ടിലാക്കണം, അല്ലെങ്കിൽ തൊഴിലെടുപ്പിക്കരുത്, വീട്ടിൽ തന്നെ ഇരുത്തണം. കുഞ്ഞുങ്ങൾ വീട്ടിലാണ് ഇരിക്കേണ്ടത്, അല്ലാതെ ജോലി സ്ഥലത്തല്ല എന്നോർത്ത്. വീടിൻ്റെ ഹിന്ദി വാക്കാണല്ലോ ഘർ, കുട്ടികൾ ഘറിലാണ് ഇരിക്കേണ്ടതെന്നൊക്കെ ഓർത്ത്. അപ്പോൾ അങ്ങനെ ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ട്രാക്ക് ചെയ്ത് വീട്ടിലാക്കുന്നു, ഘറിലാക്കുന്നു. ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണെന്ന് എവിടെയെങ്കിലും മൈൻഡിലൊന്ന് കണക്ട് ചെയ്യാമല്ലോ. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ്.
അടുത്ത മൗലിക അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഉള്ള ആർട്ടിക്കിൾസിൽ പ്രതിപാദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, അപ്പോൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കഥ പോലെ ഒരു കണക്ഷൻ പറയാം. അത് കേട്ടതിന് ശേഷം ആ സംഭവങ്ങളെല്ലാം നമ്മൾ എല്ലാ ആർട്ടിക്കിൾസിലേക്കും ഈ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസിലേക്കും അത് കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ്. ഓക്കെ, ഒരു വ്യക്തിയെ ഇമാജിൻ ചെയ്യുക. പുള്ളി ഒരു പുതിയ മതം അങ്ങ് തുടങ്ങി. എന്നെ അങ്ങ് ഇമാജിൻ ചെയ്താൽ മതി. ഞാൻ പുതിയൊരു മതം അങ്ങ് ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള മതം ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനുള്ള എല്ലാ അവകാശമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പുതിയൊരു മതം തുടങ്ങി, അത് വിശ്വസിച്ചു, അത് ആചരിച്ചു, അത് പ്രചരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പേര് നേർച്ചയും കാണിക്കുകയൊക്കെ ഇട്ട് കുറച്ച് പൈസയൊക്കെ കിട്ടി. ഞാൻ അതുകൊണ്ട് കുറച്ച് ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി കുറേ പേർക്ക് സഹായവും ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്തപ്പോൾ ആ കാശൊക്കെ തീർന്നു. അപ്പോൾ ഗവൺമെൻറ് തോന്നി അവനാകെ ഇച്ചിരി പൈസയെ കിട്ടുന്നുള്ളൂ, അതിൽ നിന്ന് ഇനിയിപ്പോൾ അവനെ വീണ്ടും നികുതിയൊക്കെ വെച്ചാൽ അവനൊന്നും കിട്ടത്തില്ലല്ലോ, അവൻ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നികുതിക്ക് കുറച്ച് ഇളവ് കൊടുത്തേക്കാം, മതപരമായ പ്രവർത്തനമല്ലേ, നികുതിക്ക് ഇളവ് കൊടുത്തേക്കാം എന്ന് ഓർത്ത് നികുതി ഒന്നും വെച്ചില്ല. നികുതിക്കൊക്കെ ഗവൺമെൻറ് കുറച്ച് ഇളവ് തന്നു. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ മതം ആചരിച്ചു, ഇഷ്ടമുള്ള മതം ആചരിച്ചു, പ്രചരിപ്പിച്ചു, വിശ്വസിച്ചു. പിന്നെ ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ മതപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്വയം ചെയ്തു. അതുപോലെ തന്നെ ഗവൺമെൻറ് നികുതി ഇളവ് തന്നു. പിന്നെ ഞാനൊരു സ്കൂൾ തുടങ്ങി. ആ സ്കൂളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ മോർണിംഗ് സോങ്ങിലൊക്കെ എൻ്റെ മതപരമായിട്ടുള്ള പ്രെയറും കാര്യങ്ങളൊക്കെ വെച്ചു. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, എല്ലാത്തൊരു പങ്കെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ആരും നിർബന്ധിച്ചൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു, ഒരു സ്കൂള് തുടങ്ങി. പക്ഷേ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നും എന്താ പറയുക, നമ്മുടെ മതത്തെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാനായിട്ട് തുടങ്ങിയ സ്കൂളിൽ മാത്രം ചെറുതായിട്ട് മതത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്രയും കഥ പോലൊരു സംഭവം നിങ്ങൾ ഓർത്തേ. ഇനി ഈ കഥയായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ ഓർത്തിരിക്കണം. ഏറ്റവും ആദ്യം എന്താണ്? മതം, ഇഷ്ടപ്പെട്ട മതം, ഞാൻ എൻ്റേതായി തുടങ്ങിയ മതം, അത് ഞാൻ ആചരിച്ചു, വിശ്വസിച്ചു, അത് പ്രചരിപ്പിച്ചു. അത് തന്നെയാണ് അനുച്ഛേദം 25 ഏറ്റവും ആദ്യം മതസ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ആർട്ടിക്കിളിൽ കിടക്കുന്ന 25 പറയുന്നത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഇനി 26 ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നെന്താണ് ചെയ്തത്? കിട്ടിയ കാശൊക്കെ കൊണ്ട് കുറച്ച് കാരുണ്യ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമാണ് 26 പറയുന്നത്. അടുത്ത 25 കഴിഞ്ഞ് 26 പറയുന്നത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഇതുപോലെ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെയുള്ള അവകാശം. മതപരമായിട്ടുള്ള കാര്യമാണല്ലോ, മതപരമായിട്ട് കുറച്ച് പൈസ കിട്ടി, അത് മതപരമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തി. അപ്പം മതപരമായ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ നടത്തുന്നതിനുള്ള അവകാശമാണ് 26 പറയുന്നത്. 25 മതം, ഇഷ്ടമുള്ള മതം വിശ്വസിച്ചു, ആചരിച്ചു, പ്രചരിപ്പിച്ചു. 26 ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു, മതപരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് നടത്തി, അങ്ങനെ ഡീൽ ചെയ്തു. അതാണ് 26 പറയുന്നത്. പിന്നെ അടുത്ത എന്താണ് ചെയ്ത്? അടുത്ത ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞല്ലേ, ഗവൺമെൻറ് നികുതിക്ക് ഇളവ് തന്നത്. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് 27 പറയുന്നത്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് നികുതി കൊടുക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 27. ഗവൺമെൻറ് നികുതി വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അതങ്ങ് ഓർത്താൽ മതി കഥ പോലെ. അപ്പം മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 27. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം നൽകുന്ന ആർട്ടിക്കിളാണ് 27. അപ്പോൾ 25 ഇഷ്ടമുള്ള മതം വിശ്വസിച്ചു, 26 മതപരമായ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി, ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചു. 27 ഗവൺമെൻറ്റിൻ്റെ നികുതി ഒഴിവായി. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അനുച്ഛേദമാണ് 27. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് നികുതി നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് 27. പിന്നെ 28 ഞാൻ എന്താണ് പറഞ്ഞത്? മീൻസ് അതിനുശേഷം കഥ പറഞ്ഞപ്പം ഒരു സ്കൂൾ തുടങ്ങി, സ്കൂളിൽ കുറച്ച് മതപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ വെച്ചു, ആരെയും നിർബന്ധിച്ചില്ല, എന്നാൽ താല്പര്യമുള്ളവർ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഗവൺമെൻറ് സ്കൂളുകളിലൊന്നും നമ്മുടെ മതത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് 28 ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 28. കുറച്ച് കാര്യങ്ങളോട് 28 അപ്പം ആദ്യം പറഞ്ഞ പോയിന്റ്, ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ സ്കൂളല്ലേ, അപ്പോൾ എനിക്കവിടെ മതപരമായിട്ടുള്ള ചെറിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വെക്കാം, പക്ഷെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. അത് രണ്ടുമാണ് ആ ഒരു 28 പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുവാണെന്ന് വിചാരിക്കുക, ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ 28ആണ്. അപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം 28. സ്കൂളിൽ മതപരമായിട്ടുള്ള സംഭവം നടത്താൻ 28. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകളിലും ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്ന സ്കൂളുകളിലൊന്നും ഇത് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇത് പറ്റും. പക്ഷേ എന്താണ്, ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്. 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസിൽ പറയുന്നത്. 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസ് എല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് 29, 30 എന്നീ ആർട്ടിക്കിൾസിൽ വരുന്നത്. അല്ലെങ്കിൽ മൗലികാവകാശങ്ങളിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ 29, 30. ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 2 ആർട്ടിക്കിൾസിലും വരുന്നത്. കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ്. 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പ്. 29ഉം 30ഉം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 29 എന്താണ്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. 30ാമത്തേത് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്നു. 2 ആർട്ടിക്കിൾസ് ഒന്നുകൂടെ പറയാം. 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ്. 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്ന വകുപ്പ്. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശങ്ങൾ 29, 30 രണ്ടും ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട്. ആദ്യത്തേത് 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. 30 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവർക്ക് വിദ്യാഭ്യാസം നേടുന്നതിനും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും ഒക്കെയുള്ള അവകാശങ്ങളാണ് പറയുന്നത് 30-ൽ. ഓക്കെ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 വളരെയധികം പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശമാണ്. അല്ലെങ്കിൽ മറ്റു പല ആർട്ടിക്കിൾസിൻ്റെയും എല്ലാം പ്രസക്തി ഒരുപക്ഷെ ഇതില്ലെങ്കിൽ ഇല്ലാതെയായി പോകും. അതുപോലത്തെ അത്രയധികം പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിളാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഈ ആർട്ടിക്കിളിനെ അംബേദ്കർ വിശേഷിപ്പിച്ചത്. അതുപോലെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ഈ 32ആണ്. ഭരണഘടനാപരമായ പ്രതിവിധി, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനയിൽ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് നീതി ലഭിക്കുന്നതാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം നിർണ്ണയിക്കുന്ന ആർട്ടിക്കിൾ 32. വേറെ 2 പോയിന്റോട് പറഞ്ഞല്ലോ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. അതുപോലെ തന്നെ മൗലികാവകാശങ്ങളിൽ മൗലികമായത്, ഫണ്ടമെന്റൽ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32ആണ്. ഒന്നുകൂടെ പറയാം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് 32. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാലും 32ആണ്. ഒറ്റവട്ടോടെ പറയാം, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് അത്രയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. ഭരണഘടനാപരമായ പ്രതിവിധി, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെ. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. ഓക്കെ, ഇനി 3 ആർട്ടിക്കിൾസ് കൂടിയുണ്ട്. 32 മുതൽ 35 വരെയാണല്ലോ അതിൻ്റെ ആ ഒരു ഓർഡർ. 33 മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം 33-ൽ പറയുന്നു. മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള അധികാരം 33. അതുപോലെ ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം 34. ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം 35. 3 ഡയറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക, പ്രത്യേകിച്ച് അതിന് കണക്ഷനൊന്നുമില്ല. 33 എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം, ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരമാണ് 34. ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണമാണ് 35. 35 കൊണ്ട് ആ സെക്ഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിലെ എല്ലാ ആർട്ടിക്കിൾസും അവസാനിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അവസാനത്തെ 3 ജസ്റ്റ് ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക. 33 മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം 33. 34 ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം
35 ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം. ഓക്കെ, അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് പഠിച്ചു പോകുക. അവസാനത്തെ 3 മാത്രം ഞാൻ ജസ്റ്റ് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. അതങ്ങനെ PSC പരീക്ഷകൾ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ. 32 അതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി എല്ലാ ആർട്ടിക്കിളും നമ്മൾ കോഡൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതും കൂടെ 33, 34, 35 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏത്, അതുപോലെ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓർത്തിരുന്നോണം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്ന ഭാഗം 4A ആണ്. അതുപോലെ ആർട്ടിക്കിൾ 51A ഭാഗം 4Aയിലാണ് മൗലിക കടമകളെ പറ്റി പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 51A ആർട്ടിക്കിൾ 51Aയിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത് 4Aയിൽ. അതുപോലെ ആർട്ടിക്കിൾ 51 ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും ഒക്കെയാണ് മൗലിക കടമകൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നത്. ഒരു കുറച്ച് നമ്പർ മൗലിക കടമകൾ നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. കാണാതെ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് എന്താണ് സംഭവം എന്ന് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ആദ്യം ഞാൻ പറയുന്നത് ഇതിനകത്ത് ബുള്ളറ്റ് പോയിന്റുകൾ പോലെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു. പിന്നീടാണ് ഇത് കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 1976 42ാം ഭേദഗതിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 1976 42ാം ഭേദഗതി. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം 1977 ജനുവരി 3 1977 ജനുവരി 3 മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്ന് ഓർത്തിരിക്കുക. 76 42ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതുപോലെ 77 ജനുവരി 3 പ്രാബല്യത്തിൽ വന്നു. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി ഭാഗം 4Aയിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 51. ഓക്കെ, മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എന്ന് ഈ റീസെൻ്റ് ആയിട്ടൂടെ PSC ചോദിച്ചുള്ളൂ. ഉത്തരം USSR അഥവാ റഷ്യ. സോവിയറ്റ് യൂണിയൻ എന്നും ഓപ്ഷനിൽ കണ്ടാൽ നിങ്ങൾ ഉത്തരം എഴുതിക്കോണം. എല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പോൾ മൗലിക കടമകൾ എന്ന ആശയം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. ഓർക്കുക, മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ റഷ്യ അഥവാ USSR അഥവാ സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ്, വിദേശ പൗരന്മാരെ ബാധിക്കുന്നില്ല. അതൊക്കെ അറിഞ്ഞിരുന്നോണം. സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയൊക്കെ വേണേൽ ചോദിക്കാം. വിദേശ പൗരന്മാരെ മൗലിക കടമകൾ ബാധിക്കുന്നില്ല. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കാം. അത് ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ തന്നെ ആ സമയത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ കേന്ദ്ര നിയമമന്ത്രി HR ഗോഖലെയാണ്. HR ഗോഖലെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയപ്പോഴുള്ള നിയമമന്ത്രി. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 10 മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളുണ്ട്. ഓർക്കുക, 76 42ാം ഭേദഗതി വഴിയാണ് മൗലിക കടമകൾ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഈ 76 വരുമ്പോൾ ഏകദേശം 10 മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ടോട്ടൽ 11 മൗലിക കടമകളുണ്ട്. ഈ 11ാമത്തെ മൗലിക കടമയായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കടമ ഉൾപ്പെടുത്തിയത് 2002 86ാം ഭേദഗതി വഴിയാണ്. 11ാമത്തെ മൗലിക കടമ ഏത് ഭേദഗതി വഴിയാണ് ഉൾപ്പെടുത്തിയതെന്ന് PSC ചോദിക്കും. 2002 86ാം ഭേദഗതി വഴി. അതെന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് 11ാമത്തെ മൗലിക കടമ. 86ാം ഭേദഗതി 2002. നിർദ്ദേശക തത്വങ്ങളെപ്പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല, നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എന്ന്
ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പോലെ മൗലിക കടമകളും കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി 99 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി. ആ പോയിൻ്റോട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി 1999 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി. ഓക്കെ, ഇനി മൗലിക കടമകൾ ഏതൊക്കെയാണ്, 51A പറയുന്ന മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒന്ന് ഐഡിയ ഉണ്ടായാൽ മതി, ഇതെല്ലാം കാണാതെ പഠിച്ചിരിക്കേണ്ട, ഒന്ന് ഐഡിയ ഉണ്ടായാൽ മതി. ഒരെണ്ണം നമ്മൾ പറഞ്ഞു, ഏറ്റവും ലാസ്റ്റത്തെ 11ാമതായി കൂട്ടിച്ചേർത്തത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് 11ാമത്തെ മൗലിക കടമ. 1 തൊട്ട് 10 വരെയുള്ള 10 ഒന്ന് ജസ്റ്റ് നോക്കണമല്ലോ. ഒന്നാമത്തേത് 51A പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നതാണ്. അപ്പോൾ ഒന്നാമത്തേതിൽ പറയുന്നത് ഭരണഘടനയെ അനുസരിക്കണം, പിന്നെ അതിൻ്റെ ആദർശങ്ങൾ, പിന്നെ ദേശീയ പതാക, ദേശീയ ഗാനം, അതുപോലുള്ള സംഭവങ്ങളെയൊക്കെ ആദരിക്കുക, സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. രണ്ടാമത്തേത് ബിയിൽ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ആദർശങ്ങളെ പരിപോഷിക്കുക. ഒരു നാഷണലിസം വളർത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ആദർശങ്ങളെ പരിപോഷിപ്പിക്കുക. മൂന്നാമത്തേത് സിയിൽ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. ഡിയിൽ പറയുന്നത് രാജ്യത്തെ പ്രതിരോധിക്കുക, രാഷ്ട്രസേവനത്തിന് സജ്ജരായിരിക്കുക. രാജ്യത്തെ പ്രതിരോധിക്കുക, രാഷ്ട്രസേവനത്തിന് സജ്ജരായിരിക്കുക. ഇയിൽ പറയുന്നത് മതം, ഭാഷ, പ്രദേശം, വർഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. അപ്പം സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക, സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. ഇതൊക്കെയാണ് ഇയിൽ പറയുന്നത്. എഫിൽ പറയുന്നത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. എഫിൽ പറയുന്നത് സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നാണ്. ജിയിൽ പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവികളോട് അനുകമ്പ പുലർത്തുക. പരിസ്ഥിതി സംരക്ഷിക്കുക, ജീവികളോട് അനുകമ്പ പുലർത്തുക, അതാണ് ജിയിൽ പറയുന്നത്. എച്ചിൽ പറയുന്നത് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക എന്നതാണ്. ഐയിൽ പറയുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. അതുപോലെ ജെയിൽ പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാജ്യത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. കെയിൽ പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തേത് ഓരോ രക്ഷിതാവും 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. ഇതാണ് 11 മൗലിക കടമകളെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ അതിൽ എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് നോട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കമ്പനി ബോർഡ് LGS എന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്